നമസ്കാരം, എല്ലാവർക്കും ശ്രീ മാത്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്സ് ചോദ്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ, അതായത് സാധനങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്ന 1, 2, 3, 4 എന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? 1. കൗണ്ടിങ് നമ്പർ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 1. ഓപ്ഷൻ എ ആണ്. ഇനി 20നും 30നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 23. അതിൻ്റെ ഘടകങ്ങൾ ഏതാ? 1, 23. പിന്നെ 29, 1, 29. ബാക്കിയെല്ലാം ഭാജ്യസംഖ്യകളാണ്. അപ്പോൾ ഇവിടെ 2 എണ്ണമുള്ള 23, 29. അപ്പോൾ 6ൻ്റെ ഗുണിതങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ തൊട്ട് മുമ്പും പിൻപും ഉള്ളത് എഴുതിയാൽ മതി. എഴുതിയാൽ ചിലപ്പോൾ ശരിയാകും. 64, അതിൻ്റെ മുമ്പുള്ള 23 എടുത്താൽ 25. അപ്പോൾ ഇത് അഭാജ്യസംഖ്യ അല്ല, പ്രൈം നമ്പർ അല്ല. അപ്പോൾ 23 ഉണ്ട്. പിന്നെ 6ൻ്റെ ഗുണിതം 30, 30ന് തൊട്ട് മുമ്പുള്ളത്, അതിന് ശേഷമുള്ളത്. അപ്പോൾ 30നും ഇടയ്ക്കുള്ളതല്ലേ ചോദിച്ചാൽ? 20നും 30നും ഇടയ്ക്കുള്ളത്. അപ്പോൾ ഇത് രണ്ടുമേ ഉള്ളൂ, 23, 29. 30ന് ശേഷമുള്ളത് നോക്കണ്ട. 2 അഭാജ്യസംഖ്യകളാണുള്ളത്. 2. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 20നും 30നും ഇടയ്ക്കുള്ള അഭാജ്യസംഖ്യകൾ, അതായത് 20നും 30നും ഇടയ്ക്ക് 2 അഭാജ്യസംഖ്യകളാണ് ഉള്ളത്. 23ഉം 29. 20 പ്രൈം നമ്പേഴ്സ്. 20നും 30നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 2 എണ്ണം. അതായത് 23ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ? 1, 23 മാത്രം. 2 ഘടകങ്ങളെ കാണും. 1 ആ സംഖ്യ മാത്രം. അതിനെ പ്രൈം നമ്പേഴ്സ് അല്ലെ അഭാജ്യസംഖ്യകൾ എന്ന് പറയും. 29 അതിനും അതുപോലെ. ബാക്കി 20നും 30നും ഇടയ്ക്കുള്ളതെല്ലാം 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്, ഭാജ്യസംഖ്യകളാണ്. അപ്പോൾ ഇവിടെ 20നും 30നും ഇടയിലുള്ള അഭാജ്യസംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 2 എണ്ണം, 23 ഉണ്ട്, 29 ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം ചോദിച്ചേക്കുന്നത്. അതായത് 2 സംഖ്യകളുടെ ലസാഗ ഉസാഗ എന്നിവ 0 ആകും. അത് തെറ്റായ പ്രസ്താവനയാണ്. എല്ലാ സംഖ്യകളുടെ ഉസാഗ എപ്പോഴും 1 ആയിരിക്കും. അതും തെറ്റായ പ്രസ്താവനയാണ്. 2 സംഖ്യകളുടെ ലസാഗ ഉസാഗ എന്നിവ ഗുണിക്കുമ്പോൾ സംഖ്യകളുടെ ഗുണനഫലം കിട്ടും. അത് ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞേക്കുന്നത് നോക്കാം, എല്ലാം വായിച്ചു നോക്കാം. 2 സംഖ്യകളുടെ ലസാഗ ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുമ്പോൾ സംഖ്യ കിട്ടുന്നു. സംഖ്യ അല്ല കിട്ടുന്നത്, സംഖ്യകളുടെ ഗുണനഫലമാണ് കിട്ടുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത് എല്ലാ പ്രസ്താവനയും വായിച്ചു നോക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 സംഖ്യകളുടെ ലസാഗ ഉസാഗ എന്നിവ ഗുണിക്കുമ്പോൾ സംഖ്യകളുടെ ഗുണനഫലം കിട്ടുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ കൊടുത്തേക്കുന്നത്? സംഖ്യകളുടെ ലസാഗ ഉസാഗ എന്നിവ 0 ആകുന്നില്ല. എല്ലാ സംഖ്യകളുടെയും ഉസാഗ എപ്പോഴും 1 ആയിരിക്കും. അതും തെറ്റായ പ്രസ്താവനയാണ്. 2 സംഖ്യകളുടെ LCO HCF കൂടി ഇൻറ്റു ചെയ്താൽ സംഖ്യകളുടെ ഗുണനഫലം കിട്ടുന്നു. അതാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ്. 3/10ൻ്റെ 5/9 ഭാഗം. 3/10ൻ്റെ എന്നുള്ളിടത്ത് ഗുണം 3/10 ഗുണം 5/9. അതായത് 3 ഗുണം 5/10 ഗുണം 9, 15/90 വരും. അതായത് 15, 1, 15, 15, 6, 1/6 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എഴുതാം. 3/10 ഇൻറ്റു 5/9. 5 വെച്ച് 5ഉം 10ഉം കൂടെ വെട്ടാം. 5, 1, 5, 5, 2, 10, 3, 1, 3, 3, 3, 9. അതായത് 1 ഗുണം 1/2 ഗുണം 3 വരും. 1/6 തന്നെ കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ 3 ഇൻറ്റു 5 15, 15/9 × 10. വെറുതെ അങ്ങ് ഫ്രാക്ഷൻ വന്നാൽ വെറുതെ അങ്ങ് ഗുണിച്ചാൽ മതി. മുകളിലുള്ളത് ഗുണിച്ച് മുകളിലും എഴുതുക, താഴെയുള്ളത് ഗുണിച്ച് താഴെ എഴുതുക. അപ്പോൾ 15/90 വരും. 15/90 എന്ന് പറഞ്ഞാൽ 15 6 90. 15, 15, 15, 6, 90. 1/6 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 1840 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്ര കിട്ടും? 1840നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. 230 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ ഒരു ആൾജിബ്രൈക്ക് ഐഡന്റിറ്റി സർവ്വസമവാക്യം ഉണ്ട് കാണാൻ പഠിക്കാൻ. A² - B² വില ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. A² - B² സമം A + B × A - B. അത് കാണാതെ പഠിച്ചു വെക്കുക, ബൈഹാർട്ടാക്കി വെക്കുക, പുസ്തകമാക്കുക. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി 15 മീറ്റർ നീളമുള്ള ഒരു കമ്പി 3/4 മീറ്റർ നീളമുള്ള കഷണങ്ങളാക്കി മാറ്റിയാൽ ആകെ എത്ര കഷണങ്ങൾ ഉണ്ടാകും എന്നറിയാൻ കഷണങ്ങളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? കഷ്ണങ്ങളുടെ എണ്ണം കാണാൻ നമുക്ക് ആകെ ഉള്ളതിനെ എത്ര ഇതുള്ള കഷ്ണങ്ങളാക്കിയാൽ മാറ്റുന്നത്. അതായത് 15നെ 3/4 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 15 ഇൻറ്റു ഒരു ഫ്രാക്ഷനാണ് 3/4 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ അത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 4/3. ഈ 3ഉം 15ഉം കൂടെ ഇട്ട് 3, 5, 15. 5 ഗുണം 4
20 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് 15 മീറ്റർ നീളമുള്ള ഒരു കമ്പി 3/4 മീറ്റർ നീളമുള്ള കഷണങ്ങളാക്കി മാറ്റിയാൽ കഷണങ്ങളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? ആകെ ഉള്ളതിന് എത്ര നീളമുള്ള കഷ്ണങ്ങളാണ് മാറ്റുന്നത്? 3/4 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 15 ഇൻറ്റു ഒരു ഫ്രാക്ഷൻ വെച്ച് ഹരിക്കാൻ പറയുമ്പോൾ 3/4 തിരിച്ചിട്ട് ഗുണിക്കാം. 4/3. ഈ 3ഉം 15ഉം കൂടെ കിട്ടുമ്പോൾ 5. 5 × 4 20 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 7.4 സെന്റിമീറ്ററിന് തന്നിരിക്കുന്നവർ ശരിയായവയെന്ന് ചോദിച്ചു. 7 4/10 അത് ശരിയാണ്. 7 × 10 + 4/10 74/10 7.4 സെന്റിമീറ്റർ വരും. ഇനി 7 സെന്റിമീറ്റർ 4 മീറ്റർ എന്ന് പറഞ്ഞാൽ 7.4 സെന്റിമീറ്റർ ആണ്. ഇനി 74 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 7.4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി ഒരു വാഹനം 36 km/h ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ 1 സെക്കൻഡിൽ ഈ വാഹനത്തിന്റെ ദൂരം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഈ ഓപ്ഷനിൽ മീറ്ററിന് മതിയായിരുന്നു. 10 m/s എന്ന് പറയാൻ 10 മീറ്റർ. അത് യൂണിറ്റ് അവർ ഇത്ര കറക്റ്റ് വന്നിട്ടില്ല. അതായത് km/h m/s ആക്കണമെങ്കിൽ 5/18 ഇട്ട് ഗുണിക്കണം. m/s km/h ആക്കണമെങ്കിൽ 18/5 ഇട്ട് ഗുണിക്കണം. അപ്പൊ അതായത് 36 km/h m/s ആക്കാൻ ഇൻറ്റു 5/18 18 2 36 2 × 5 10 10 m/s ആണ് അതിന്റെ സ്പീഡ്. എന്ന് വെച്ചാൽ 1 സെക്കൻഡിൽ എത്ര ദൂരം പോകും? 10 മീറ്റർ. ഇവിടെ യൂണിറ്റ് അവർ തന്ന കറക്റ്റ് ആയില്ല. ഇത് സ്പീഡിന്റെ യൂണിറ്റ് ആണ്, ദൂരമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 10 മീറ്റർ എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവര് രാജസ്ഥാൻ ഈസ് ടു ജയ്പൂർ ആയാൽ ഈസ് ഇക്വലന്റ് ടു മേഘാലയ ഈസ് ടു ഡാഷ്. അതായത് രാജസ്ഥാന്റെ ക്യാപിറ്റലാണ്, തലസ്ഥാനമാണ് ജയ്പൂർ. അങ്ങനെയാണെങ്കിൽ മേഘാലയയുടെ തലസ്ഥാനമാണ് ഏത്? ഷില്ലോങ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒറ്റാനെ കണ്ടെത്തുക. ക്ഷേത്രഗണിതം, ബീജഗണിതം, അംഗഗണിതം, ഗണിതമാണ് ഉത്തരം. കാരണം ഗണിതം ഒരു ശാസ്ത്രമാണ്, ബാക്കിയെല്ലാം അതിൻ്റെ ഘടകങ്ങളാണ്. ഇത് മെയിനായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. ഇവിടെ ഗണിതമാണ് ഉത്തരം. സൈക്കിളിന്റെ വിറ്റ വില 7200 രൂപയാണ്. 8000 ആണ് ചെലവാക്കിയതിൻ്റെ എത്ര ശതമാനമാണ് വിറ്റ വില എന്ന് ചോദിച്ചാൽ 8000ന്റെ എത്ര ശതമാനം? അതായത് 8000ൽ 7200 × 100 രണ്ടും കട്ട് ചെയ്യും. 720/8 അതായത് 90%. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ വിറ്റ വില 7200. 8000ന്റെ എത്ര ശതമാനമാണ് വിറ്റ വില എന്നാ ചോദിച്ചത്. ചെലവാക്കിയത് 8000. ചെലവാക്കിയതിൻ്റെ 8000ത്തിന്റെ എത്ര ശതമാനമാണ്? 10% നഷ്ടത്തിന് വിറ്റാൽ എത്ര ശതമാനമാണ് 7200 എന്ന് ചോദിച്ചാൽ 7200 8000ത്തിന്റെ എത്ര ശതമാനം എന്ന് വെച്ചാൽ 8000ൽ 7200 × 100% ഓപ്ഷൻ സി ആണ്. ഇവിടെ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ എ മുതൽ ജെ വരെയുള്ള അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വില എത്രയാന്ന് ചോദിച്ചാൽ എച്ച് എത്രയാണ്? എച്ച് 7 പ്ലസ് എഫ് 5 7 + 5 പ്ലസ് സി എത്രയാണ്? 2 പ്ലസ് ഇ 4 ബൈ ജെ എത്രയാണ്? 9 മൈനസ് ഡി എത്രയാണ്? 3. അതായത് 7 + 5 12 പ്ലസ് 6 2 4 6 ബൈ 9 3 പോകെ 6. അതായത് 18/6 വരും. 3 ആണ് 18നെ 6 കൊണ്ടായിരിക്കും. ഓപ്ഷൻ എ ആണ്. ഓരോ അക്ഷരം റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ കൊടുത്താൽ മതി. എച്ചിന് പകരം എച്ചിന്റെ നേരെ ഏത് നമ്പറാണ് നോക്കണം? 7 പ്ലസ് എഫിന് പകരം 5 7 + 5 പ്ലസ് എടുത്ത ബ്രാക്കറ്റിൽ സി പ്ലസ് ഇ 2 സിക്ക് പകരം 2 ഇക്ക് പകരം 4 2 + 4 ബൈ ജെക്ക് പകരം 9 ജെയുടെ നേരെ 9 9 മൈനസ് ഡിയുടെ നേരെ 3 അതായത് 12 + 6 ബൈ 9 - 3 6 12 + 6 18/6 3 പേരും ഓപ്ഷൻ എ ആണ് തരും. ഇവിടെ ഇത് വലത്തോട്ട് ഈസ്റ്റ്, ഇടത്തോട്ട് വെസ്റ്റ്, മുകളിലോട്ട് നോർത്ത്, താഴോട്ട് സൗത്ത്. അങ്ങനെയാണ്. താഴോട്ട് സൗത്ത്, മുകളിലോട്ട് നോർത്ത്, വലത്തോട്ട് ഈസ്റ്റ്, ഇടത്തോട്ട് വെസ്റ്റ്. അപ്പോൾ നമുക്ക് മനു ഇവിടുന്ന് വടക്കോട്ട് സഞ്ചരിച്ചു. എത്ര മീറ്റർ? വടക്കോട്ട് 8 മീറ്റർ. വടക്കോട്ട്. അവിടുന്ന് കിഴക്കോട്ട് 6 മീറ്റർ. അതായത് 6 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്, ഒരു മട്ടാത്രികോണമാണ്. പൈതഗോറിയൻ തിയറം അനുസരിച്ച് മട്ടാത്രികോണത്തിൻ്റെ ഓപ്പോസിറ്റിലുള്ളത് കർണമാണ്. അപ്പോൾ ഈ ദൂരം
ബി. ഇപ്പം മനു നിൽക്കുന്ന ദൂരം ഇവിടെയാണ്. അപ്പോൾ ഇത് കർണം സ്ക്വയർ സമം രണ്ട് വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക, അതായത് 8a² പ്ലസ് 6a² കിട്ടും. അതായത് √100 കിട്ടും. അതായത് 10 മീറ്റർ. മനു ഇപ്പം 10 മീറ്റർ എങ്ങോട്ടാണ്? ഇതിങ്ങോട്ടാണ്, കിഴക്കോട്ടാണ് 10 മീറ്റർ. ഏറ്റവും കുറഞ്ഞ ദൂരം എവിടാണ്? 10 മീറ്ററാണ്. അപ്പോൾ എന്തൊക്കെയാണ്? മനു ഇപ്പോൾ നിൽക്കുന്ന പടിഞ്ഞാറാണ്, അത് തെറ്റാ. മനു ഇപ്പോൾ കുറഞ്ഞ ദൂരം 10 മീറ്ററാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കുറഞ്ഞ ദൂരം വരുന്നത് 10 മീറ്റർ. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഒരു മട്ടത്രികോണമാണ്. മട്ടക്കോണിൻ്റെ എതിർവശത്തുള്ളത് കർണമാണ്. മറ്റ് രണ്ട് സൈഡുകളുടെ വർഗ്ഗങ്ങളുടെ തുക കർണ സ്ക്വയർ എന്ന് പറയാം. കർണ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 8a² പ്ലസ് 6a², 10 മീറ്റർ. അതായത് ഏറ്റവും കുറഞ്ഞ ദൂരം 10 മീറ്ററാണ്. മനു സഞ്ചരിച്ച കുറഞ്ഞ ദൂരം 14 മീറ്റർ. 14 അല്ല, 10 നമുക്ക് ഇവിടെ കിട്ടിയ √8a² പ്ലസ് 6a². അതൊരു മട്ടത്രികോണമാണ്. കർണം എന്ന് പറയാൻ √8a² പ്ലസ് 6a², 10. 100 കിട്ടും. 100ന്റെ റൂട്ട് 10. അപ്പൊ മനു സഞ്ചരിച്ച കുറഞ്ഞ ദൂരം 10 മീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ മനു ഇത് വലത്തോട്ട് ഈസ്റ്റ്, ഇടത്തോട്ട് വെസ്റ്റ്, മുകളിലോട്ട് നോർത്ത്, താഴോട്ട് സൗത്ത്, അങ്ങനെയാണ്. താഴോട്ട് സൗത്ത്, മുകളിലോട്ട് നോർത്ത്, വലത്തോട്ട് ഈസ്റ്റ്, ഇടത്തോട്ട് വെസ്റ്റ്. അപ്പൊ നമുക്ക് മനു ഇവിടുന്ന് വടക്കോട്ട് സഞ്ചരിച്ചു. എത്ര മീറ്റർ? വടക്കോട്ട് 8 മീറ്റർ. വടക്കോട്ട്. അവിടുന്ന് കിഴക്കോട്ട് 6 മീറ്റർ. അതായത് 6 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്, ഒരു മട്ടാത്രികോണമാണ്. പൈതഗോറിയൻ തിയറം അനുസരിച്ച് മട്ടാത്രികോണത്തിന്റെ ഓപ്പോസിറ്റിലുള്ളത് കർണമാണ്. അപ്പോൾ ഈ ദൂരം എ ബി. ഇപ്പൊ മനു നിൽക്കുന്ന ദൂരം ഇവിടെയാണ്. അപ്പൊ ഇത് കർണം സ്ക്വയർ സമം രണ്ട് വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക, അതായത് 8a² പ്ലസ് 6a² കിട്ടും. അതായത് √100 കിട്ടും. അതായത് 10 മീറ്റർ. മനു ഇപ്പൊ 10 മീറ്റർ എങ്ങോട്ടാണ്? ഇതിങ്ങോട്ടാണ്, കിഴക്കോട്ടാണ് 10 മീറ്റർ. ഏറ്റവും കുറഞ്ഞ ദൂരം എവിടാണ്? 10 മീറ്ററാണ്. അപ്പൊ എന്തൊക്കെയാണ്? മനു ഇപ്പോൾ നിൽക്കുന്ന പടിഞ്ഞാറാണ്, അത് തെറ്റാ. മനു ഇപ്പോൾ കുറഞ്ഞ ദൂരം 10 മീറ്ററാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കുറഞ്ഞ ദൂരം വരുന്നത് 10 മീറ്റർ. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഒരു മട്ടത്രികോണമാണ്. മട്ടക്കോണിന്റെ എതിർവശത്തുള്ളത് കർണമാണ്. മറ്റ് രണ്ട് സൈഡുകളുടെ വർഗ്ഗങ്ങളുടെ തുക കർണ സ്ക്വയർ എന്ന് പറയാം. കർണ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 8a² പ്ലസ് 6a², 10 മീറ്റർ. അതായത് ഏറ്റവും കുറഞ്ഞ ദൂരം 10 മീറ്ററാണ്. മനു സഞ്ചരിച്ച കുറഞ്ഞ ദൂരം 14 മീറ്റർ. 14 അല്ല, 10 നമുക്ക് ഇവിടെ കിട്ടിയ √8a² പ്ലസ് 6a². അതൊരു മട്ടത്രികോണമാണ്. കർണം എന്ന് പറയാൻ √8a² പ്ലസ് 6a², 10. 100 കിട്ടും. 100ന്റെ റൂട്ട് 10. അപ്പൊ മനു സഞ്ചരിച്ച കുറഞ്ഞ ദൂരം 10 മീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രാജസ്ഥാൻ ഈസ് ടു ജയ്പൂർ ആയാൽ ഈസ് ഇക്വലന്റ് ടു മേഘാലയ ഈസ് ടു ഡാഷ്. അതായത് രാജസ്ഥാന്റെ ക്യാപിറ്റലാണ്, തലസ്ഥാനമാണ് ജയ്പൂർ. അങ്ങനെയാന്ന് മേഘാലയയുടെ തലസ്ഥാനമാണ് ഏത്? ഷില്ലോങ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി ഒറ്റാനെ കണ്ടെത്തുക. ക്ഷേത്രഗണിതം, ബീജഗണിതം, അംഗഗണിതം, ഗണിതമാണ് ഉത്തരം. കാരണം ഗണിതം ഒരു ശാസ്ത്രമാണ്, ബാക്കിയെല്ലാം അതിൻ്റെ ഘടകങ്ങളാണ്. ഇത് മെയിനായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. ഇവിടെ ഗണിതമാണ് ഉത്തരം. നമുക്ക് നോക്കാം എന്താ വന്നേക്കുന്നത്. ഒരു വരിയിൽ അമ്പാടി മുന്നിൽ നിന്നും 10ാമത്. അപ്പൊ അമ്പാടിയുടെ മുന്നിൽ എത്ര പേരുണ്ട്? 9 പേര്. അപ്പൊ ഇത് ശരിയാണ്. അമ്പാടിയുടെ മുന്നിൽ 9 പേരുണ്ട്, ഇത് ശരിയാണ്. ഇനി ഇവിടെ പിന്നിൽ എത്ര പേരുണ്ട്? പിന്നിൽ നിന്നും 5ാമതാണ് എന്ന് പറഞ്ഞാൽ പിന്നിൽ 4 പേരുണ്ട്. 4 പേര് കഴിഞ്ഞ് 5ാമതാണ്. അപ്പൊ മുന്നിൽ 9 പേര്, പിന്നിൽ 4 പേര്, ഇത് രണ്ടും ശരിയാണ്. ഇനി പിന്നിൽ 9 പേര്, മുന്നിൽ 4 പേര്, അമ്പാടിയും ഉൾപ്പെടെ 9, 4, 13, 1 അമ്പാടിയും കൂട്ടുമ്പോൾ 14 പേര്. അപ്പൊ ഇത് 3 ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. വരിയിൽ ആകെ 14 പേരുണ്ട്. 9ഉം മുന്നിൽ 9 പേര്, മുന്നിൽ നിന്ന് 10ാമത്. അപ്പൊ മുന്നിൽ 9 പേര്, 10ാമത് അമ്പാടി. അപ്പൊ മുന്നിൽ 9 പേരുണ്ട്. അത് ഓപ്ഷൻ ഇത് രണ്ടാമത്തെ ശരിയാണ്. പിന്നിൽ നിന്ന് 5ാമതാണ് അമ്പാടി. അപ്പൊ പിന്നിൽ ആകെ എത്ര പേരുണ്ട്? 4 പേര്. 4 പേര് കഴിഞ്ഞ് 5ാമതാണ് അമ്പാടി വരുന്നത്. അപ്പൊ ഇത് വരും. അപ്പം മുന്നിൽ 9 പേര്, പിന്നിൽ 4 പേര്, 9, 4, 13 അമ്പാടിയും കൂടെ കൂട്ടുമ്പോൾ 14 പേര്. ആകെ 14 പേര്. മുന്നിൽ നിന്ന് 10ാമതായതുകൊണ്ട് മുന്നിൽ 9 പേര് കഴിഞ്ഞിട്ട് അമ്പാടി. അപ്പം മുന്നിൽ 80 പേര്. പിന്നിൽ നിന്ന് 5ാമതായതുകൊണ്ട് 4 പേര് കഴിഞ്ഞിട്ടാണ് 5ാമത്. അപ്പം പിന്നിൽ 4 പേര്, മുന്നിൽ 9 പേര്, പിന്നെ ആകെ 14 പേര്. 1, 2, 3. ഓപ്ഷൻ 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ സി ആണ്. ഇതൊരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. സി എയുടെ അച്ഛനാണ്, എന്നാൽ എയുടെ
മകനല്ല സി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ എങ്കിൽ എയും സിയും തമ്മിലുള്ള ബന്ധം എന്ത്? അപ്പോൾ എ സിയുടെ ആരാണെന്നോ സി എയുടെ ആരാണെന്നോ അങ്ങനെ വ്യക്തമായിട്ട് ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ റദ്ദാക്കിയിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ വ്യക്തമല്ല. ഇവിടെ ഇത് വലത്തോട്ട് ഈസ്റ്റ്, ഇടത്തോട്ട് വെസ്റ്റ്, മുകളിലോട്ട് നോർത്ത്, താഴോട്ട് സൗത്ത്, അങ്ങനെയാണ്. താഴോട്ട് സൗത്ത്, മുകളിലോട്ട് നോർത്ത്, വലത്തോട്ട് ഈസ്റ്റ്, ഇടത്തോട്ട് വെസ്റ്റ്. അപ്പോൾ നമുക്ക് മനു ഇവിടുന്ന് വടക്കോട്ട് സഞ്ചരിച്ചു. എത്ര മീറ്റർ? വടക്കോട്ട് 8 മീറ്റർ വടക്കോട്ട്. അവിടുന്ന് കിഴക്കോട്ട് 6 മീറ്റർ, അതായത് 6 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്, ഇതൊരു മട്ടാത്രികോണമാണ്. പൈതഗോറിയൻ തിയറം അനുസരിച്ച് മട്ടാത്രികോണത്തിൻ്റെ ഓപ്പോസിറ്റിലുള്ളത് കർണമാണ്. അപ്പോൾ ഈ ദൂരം എ ബി, ഇപ്പോൾ മനു നിൽക്കുന്ന ദൂരം ഇവിടെയാണ്. അപ്പോൾ ഇത് കർണം സ്ക്വയർ സമം രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക, അതായത് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ കിട്ടും. അതായത് √100 കിട്ടും. അതായത് 10 മീറ്റർ. മനു ഇപ്പം 10 മീറ്റർ എങ്ങോട്ടാണ്? ഇതിങ്ങോട്ടാണ്, കിഴക്കോട്ടാണ്. 10 മീറ്റർ. ഏറ്റവും കുറഞ്ഞ ദൂരം എവിടാണ്? 10 മീറ്ററാണ്. അപ്പോൾ എന്തൊക്കെയാണ്? മനു ഇപ്പോൾ നിൽക്കുന്ന പടിഞ്ഞാറാണ്, അത് തെറ്റാ. മനു ഇപ്പോൾ കുറഞ്ഞ ദൂരം 10 മീറ്ററാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കുറഞ്ഞ ദൂരം വരുന്നത്, 10 മീറ്റർ. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഒരു മട്ടത്രികോണമാണ്. മട്ടക്കോണിൻ്റെ എതിർവശത്തുള്ളത് കർണമാണ്. √ഓഫ് മറ്റ് രണ്ട് സൈഡുകളുടെ വർഗങ്ങളുടെ തുക, കർണ സ്ക്വയർ എന്ന് പറയാം. കർണ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, 10 മീറ്റർ. അതായത് ഏറ്റവും കുറഞ്ഞ ദൂരം 10 മീറ്ററാണ്. മനു സഞ്ചരിച്ച കുറഞ്ഞ ദൂരം 14 മീറ്റർ. 14 അല്ല, 10 നമുക്ക് ഇവിടെ കിട്ടിയ. √ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. അതൊരു മട്ടത്രികോണമാണ്. കർണം എന്ന് പറഞ്ഞാൽ √ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. 10 100 കിട്ടും. 100ന്റെ റൂട്ട് 10. ഇപ്പൊ മനു സഞ്ചരിച്ച കുറഞ്ഞ ദൂരം 10 മീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കലയുടെ വയസ്സിന്റെ 9 മടങ്ങിനോട് 5 കൂട്ടിയാൽ അവളുടെ അച്ഛന്റെ പ്രായം കിട്ടും. അച്ഛന്റെ പ്രായം കലയുടെ വയസ്സിന്റെ 5 മടങ്ങെന്ന് പറഞ്ഞാൽ 5K. അതിനോടുകൂടി കലയുടെ വയസ്സിന്റെ 9 മടങ്ങിനോടുകൂടി, ഇവിടെ കലയുടെ വയസ്സ് അച്ഛൻ്റെ വയസ്സ്, കലയുടെ വയസ്സിന്റെ 9 മടങ്ങെന്ന് പറഞ്ഞാൽ 9K. അതിൻ്റെ കൂടെ 5 കൂട്ടിയാൽ അച്ഛൻ്റെ വയസ്സ് കിട്ടും. കലയുടെ വയസ്സിന്റെ 9 മടങ്ങെന്ന് പറഞ്ഞാൽ 9 കലയുടെ വയസ്സ് പ്ലസ് 5 കൂട്ടിയാൽ അച്ഛൻ്റെ വയസ്സ് കിട്ടും. അച്ഛൻ്റെ വയസ്സ് എത്ര തന്നിട്ടുണ്ട്? 50 തന്നിട്ടുണ്ട്. ഫാദറിൻ്റെ വയസ്സ് എത്രയാണ്? 50. അങ്ങനെയാണെങ്കിൽ 9Kയുടെ വില എത്ര കിട്ടും? 50. ഈ 5 ഇങ്ങിപ്പുറം വരുമ്പോൾ -5, അതായത് 45. 9K എന്ന് പറയുന്നത് 45. 9K 45. ഇപ്പോൾ Kയുടെ വില കാണാം. 45/9, അതായത് 5 കിട്ടും. കലയുടെ പ്രായം കലയുടെ പ്രായം എത്രയാണ്? 5 വയസ്സ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് അച്ഛൻ്റെ വയസ്സ്, കലയുടെ വയസ്സ്. അത് K + 5 എന്ന് പറയുന്നത് ഫാദറിൻ്റെ വയസ്സ് തന്നിട്ടുണ്ട്. 9K + 5 എന്ന് പറയാൽ 50 തന്നിട്ടുണ്ട്. അപ്പോൾ 9K എന്ന് പറയുന്നത് 50. ഈ 5 ഇപ്പുറം വരുമ്പോൾ -5, 45 വരും. 9K 45 ആണെങ്കിൽ കലയുടെ പ്രായം 45/9, 5 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രവർത്തിക്കാത്ത ഒരു ഘടികാരം നിശ്ചലമായാൽ ഒരു ദിവസം എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? അതായത് പകല് ആ സമയമാകുമ്പോഴും രാത്രി ആ സമയമാകുമ്പോഴും 2 തവണ. പ്രവർത്തനരഹിതമായ ഒരു ക്ലോക്ക് എത്ര തവണ കൃത്യസമയം കാണിക്കുമെന്ന് ചോദിച്ചാൽ 2. എപ്പോഴും ചോദിച്ചു കാണാനുള്ള ചോദ്യമാണ്. ഒരു ഘടികാരം നിശ്ചലമായാൽ ഒരു ദിവസം എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? അങ്ങനെ തിരിച്ചു മറിച്ച് എങ്ങനെ ചോദിച്ചാലും അത് 2 തവണ. രാത്രിയിൽ 1 തവണ, പകൽ 1 തവണ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലെത്താൻ പറ്റും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ദിവസം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുത്ത് ഇതിനായിട്ട് കഷ്ടപ്പെട്ടാൽ ഉന്നത റാങ്ക് നേടാൻ കഴിയും. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.